ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നേ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളും ചൊവ്വയും ഓർഡറുകൾ അയക്കുന്ന തിരക്കുകളായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ വൈകിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, വിങ്കാ റോസ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിട്ട്. അത് ബുഷിയായിട്ട് വളരാൻ നല്ലതാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അന്ന് ഞാൻ കട്ട് ചെയ്ത ചെടിയാണ്. നോക്കിക്കേ, ബുഷിയായിട്ട് വളർന്നില്ലേ, നോക്കിക്കേ, 4 സ്റ്റെമ്മൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അത് വളർന്നു വന്നിരിക്കുന്നല്ലേ. ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഓരോ പോർഷനിലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ബുഷിയായിട്ട് പറ്റും. ഇപ്പം നമുക്ക് കൂടുതൽ സ്റ്റെമ്മോട് കൂടി നല്ല രീതിയിൽ നിൽക്കുമ്പോഴായിരിക്കും നിറച്ച് പൂക്കളുണ്ടാകുന്നത്. അതിന് പകരം ഒറ്റ സ്റ്റെമ്മാണ് എന്നുണ്ടെങ്കിൽ പൂക്കളും കുറവായിരിക്കും. നിങ്ങൾ ഈ കാണുന്ന ഈ വയലറ്റ് കണ്ടോ, ഈ വയലറ്റിൻ്റെ ഇത് ഞാൻ മേടിച്ച വിങ്കിയ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തൊന്നും കൊടുത്തില്ല. അതിൻ്റെ നോക്കി ആകെ ഒരൊറ്റ സ്റ്റെമ്മ, അപ്പോൾ കുറച്ച് പൂക്കളേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നത് കണ്ടോ, ഇത് ഒരു സഫക്ക് പുരട്ടിയിരിക്കുന്നത് കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്. ഇത് വെങ്കിക്കകത്ത് ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നമാണ്, ഒരു കറുത്ത ഫംഗസിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിലൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കാണുമ്പോൾ തന്നെ ആ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാഫ് പുരട്ടി കൊടുക്കും. അങ്ങനെ സാഫ് പുരട്ടി കൊടുത്തതാണ് ഇത്. നോക്കിക്കേ, നല്ല രീതിയിൽ പിടിച്ച് വന്നു, കുഴപ്പമൊന്നുമില്ലാതെ. ആദ്യം തുടക്കത്തിലേ നമ്മളങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെടി നമുക്ക് നഷ്ടപ്പെടാതെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നാടനേക്കാൾ കൂടുതൽ ഹൈബ്രിഡിനാണ് ഈ പ്രോബ്ലം കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയത്തിൽ അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ചെടിയിലൊക്കെ നിറച്ച് പൂക്കളുണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും അല്ലേ. ഇപ്പോൾ വെയിൽ കാരണം ഞാൻ ചെടിയെല്ലാം താഴെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുന്ന സമയമാകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുപോലെ വെയിലായിരിക്കും. പിന്നെ ഈ ചെടിയുടെയാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത്. ഗ്രാഫ്റ്റ് ചെയ്ത ചെടി കാണാനും ഭംഗിയാണ്, അതിൻ്റെ മദർ പ്ലാന്റ് കാണാനും ഭംഗിയാണ്. എല്ലാവർക്കും ഇഷ്ടമായാൽ പറയണം കേട്ടോ. കമൻ്റ് ഇടാനും മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.